വർഷം മുഴുവൻ നിങ്ങൾ ജോലി ചെയ്തു. ഓരോ മാസവും നിങ്ങൾക്ക് ശമ്പളവും ലഭിച്ചു. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു വലിയ ചോദ്യമാണ്, ഈ പണമൊക്കെ എവിടെ പോയി? പണം വരുന്നു പിന്നെ അപ്രത്യക്ഷമാകുന്നു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ? 2025 അവസാനിക്കാൻ പോവുകയാണ്, 2026 ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാനുള്ള വളരെ മികച്ച ഐഡിയാസ് ആണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര വരുമാനം നേടി, എവിടെയാണ് ചിലവാക്കിയത്, നിങ്ങൾ എത്ര രൂപയാണ് സേവ് ചെയ്തത്, അതുപോലെ തന്നെ 2026 എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു 4 ചോദ്യം ഞാൻ പറഞ്ഞു തരാം. ആ ഒരു 4 ചോദ്യം നിങ്ങൾ സ്വയമായി ചോദിക്കുക. ആദ്യത്തെ ചോദ്യം, ഈ വർഷം ഞാൻ എത്ര വരുമാനം നേടി? ഇതിൽ നിങ്ങളുടെ ശമ്പളം മാത്രമല്ല ഇൻക്ലൂഡഡ് ആകുന്നത്, ബോണസ്, ഇൻസെന്റീവ്, സൈഡ് ഇൻകം, അതുപോലെ തന്നെ ഫ്രീലാൻസ് വർക്ക് എന്നിങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സിലൂടെയാണോ പണം ലഭിക്കുന്നത് ആ സോഴ്സിലെ എല്ലാ പണവും ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര രൂപയാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് ആ ഒരു ഇൻകമായി ലഭിച്ചതെന്ന് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും തങ്ങൾ എത്ര രൂപയാണ് വർഷത്തിൽ സമ്പാദിക്കുന്നു എന്ന കാര്യം പോലും അറിയില്ല എന്നതാണ് പരിതാപകരമായ ഒരു കാര്യം. രണ്ടാമത്തെ ചോദ്യം, ആകെ എത്ര ചിലവ്? ഈ ഒരു സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു ഇൻകത്തിൽ നിന്ന് നിങ്ങൾ എത്ര രൂപയാണ് ചിലവാക്കിയത്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ചിലവാക്കാൻ വേണ്ടത് എന്നത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇവിടെ നമ്മൾ വളരെ ജെനുവൻ ആയിരിക്കണം, കാരണം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തണം. നിങ്ങൾ 1 രൂപയാണ് ചിലവാക്കിയിട്ടുള്ളതെങ്കിൽ അതും വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തണം. അതായത് നിങ്ങളുടെ വാടക, അതുപോലെ തന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, കുട്ടികളുടെ പഠന ആവശ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഗ്രോസറി എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ രൂപയും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നിങ്ങൾ സിനിമ ടിക്കറ്റ് എടുത്തത്, അല്ലെങ്കിൽ ടിക്കറ്റ്, ബസ് കാശ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ചിലവ് എന്ന ഭാഗത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, പണം നഷ്ടമായതല്ല, നമ്മൾ തന്നെ ചിലവാക്കിയാണ് നമ്മളുടെ പണം ഇല്ലാതാക്കി എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം, ഞാൻ എത്ര രൂപയാണ് സേവ് ചെയ്തത്? ആ ഒരു കാര്യം പറയുമ്പോൾ ആർക്കും തന്നെ അതിനൊരു പ്രോപ്പർ ഉത്തരം ഉണ്ടാകില്ല. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഉത്തരവും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സേവിംഗ് അക്കൗണ്ടിൽ കിടക്കുന്ന പണം, അല്ലെങ്കിൽ FD, RD എന്നിവയിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം, ലിക്വിഡ് ഫണ്ടുകൾ, അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം, ഇതൊക്കെയാണ് നമ്മൾ സേവ് ചെയ്ത പണമായി കണക്കാക്കപ്പെടുന്നത്. ഇത് നോക്കുമ്പോൾ തന്നെ പലർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ കാര്യമായി ഒന്നും തന്നെ സേവ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യവും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നാലാമത്തെ ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ, എങ്ങനെ നിക്ഷേപിച്ചു? നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക എന്നതുകൊണ്ട് ഒരു നേട്ടവും നമ്മൾ നേടുന്നില്ല. നമ്മളുടെ കയ്യിലെ പണം കറക്റ്റായി കൃത്യമായി നിക്ഷേപിച്ചാൽ മാത്രമേ ആ ഒരു പണത്തിന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനായി നിങ്ങൾ സ്വന്തമായി ചിന്തിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഞാൻ പണം എന്തെങ്കിലും നിക്ഷേപിച്ചോ? നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണ് നിക്ഷേപിച്ചത്? അതുമല്ലെങ്കിൽ ഞാൻ എത്രത്തോളമാണ് നിക്ഷേപിച്ചത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി അവലോകനം ചെയ്യാനും ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ 4 ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ ചിലവ് എത്രയാണ്, അതിൽ നിങ്ങൾ എത്രയാണ് സേവ് ചെയ്തത് എവിടെയാണ് എന്നിങ്ങനെയുള്ള 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 4 ചോദ്യത്തിനും നിങ്ങൾക്ക് കൃത്യമായ ഉത്തരമുണ്ടെങ്കിൽ നിങ്ങളുടെ പണം എവിടെ പോയി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇതിനൊന്നും തന്നെ ഉത്തരമില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷത്തിൽ, അതായത് 2026 ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2025 നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന കാര്യവും മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു പരാജയമായിട്ടാണ് തോന്നിയതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരുപാട് ആളുകൾ ഈ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് തിരുത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സാലറിയിൽ നിന്ന് 30% മുതൽ 40% വരെ നിങ്ങൾ സേവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2025 നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ 2025 ഓൾറെഡി അവസാനിച്ചു. നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിംഗ്
പ്ലാനിങ് എല്ലാം പാളിപ്പോയി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 2026 നമ്മൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ 2026 അവസാനത്തിലും നമ്മളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻകം എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടുമെന്നുള്ള കാര്യം ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾക്ക് ഒരു വർഷം ലഭിക്കുന്ന ആ ഒരു തുകയിൽ നിന്ന് 30% മുതൽ 40% വരെ സേവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സേവിങ്സിനെ നിങ്ങൾ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. അതിനെ ഒരു സ്ട്രഗിളായി കാണേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് പണം സേവ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ റൂൾ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമാണ്, അതൊരു തെറ്റായ കാര്യമാണ്. നമ്മളുടെ ചിലവുകൾക്ക് ശേഷം ബാക്കി വരുന്ന പണം സേവിങ്സിനായി മാറ്റിവെക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അത് തെറ്റായ കാര്യമാണ്. ആദ്യം തന്നെ നമ്മൾക്ക് ഒരു ഇൻകം ലഭിക്കുമ്പോൾ ആ ഒരു ഇൻകത്തിൽ നമ്മൾ എത്ര രൂപയാണ് സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു തുക മാറ്റിവെച്ച് ബാക്കിയുള്ള തുകയാണ് നമ്മളുടെ ആ ഒരു എക്സ്പെൻസിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ എക്സ്പെൻസുകൾക്ക് എല്ലാം ശേഷം, നമ്മളുടെ ചിലവുകൾക്ക് എല്ലാം ശേഷം ആ ബാക്കി വരുന്ന തുക സേവിങ്ങിനായി മാറ്റിവെക്കാം എന്ന് കരുതിയാൽ അവസാനം ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഇൻകമായി ലഭിക്കുന്നത്, ആദ്യം തന്നെ സേവിങ്ങിനായുള്ള പണം മാറ്റിവെക്കുക. അതിനുശേഷം ബാക്കിയായി എത്ര രൂപയാണോ ലഭിക്കുന്നത് ആ ഒരു തുക നിങ്ങളുടെ ചിലവിനായി ഉപയോഗിക്കുക. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, സാലറി വരുന്നു, അത് ചെലവാക്കുന്നു, എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സേവ് ചെയ്യും, അല്ലെങ്കിൽ സേവിങ്സ് ഇല്ല. പക്ഷേ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റായ കാര്യമാണ് അത്. അതിനു പകരമായി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ശമ്പളം കിട്ടുന്ന ആ ഒരു തുകയിൽ ആദ്യം തന്നെ 10% മുതൽ 20% വരെ സേവിങ്സിനായി മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക. അത് മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് എന്ന ഓപ്ഷൻ നൽകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു തുക നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് സേവിംഗ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് മാസത്തിന്റെ ആദ്യം തന്നെ മുഴുവൻ തുകയും നിക്ഷേപിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ 2 തവണയായി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെറിയ ചെറിയ എമൗണ്ടുകളായും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായി ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു ഇത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായി സേവിങ്സ് ആരംഭിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു എന്നതല്ല, നിങ്ങളുടെ ആ ഒരു സാലറിയിൽ നിന്ന് 10% മുതൽ 20% വരെ നിങ്ങൾ സേവിങ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ 100% ഉറപ്പുവരുത്തുക. കാരണം ഈ വർഷം എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത വർഷം മുതൽ ഇത് കൃത്യമായി ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിലവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായി പരിശോധിക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റുകൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ മുഴുവൻ ചിലവുകളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമല്ലാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാവും. അത്തരത്തിൽ ആവശ്യമില്ലാതെ വരുന്ന ചിലവുകൾ ഒഴിവാക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉയർന്ന പലിശയിലുള്ള ലോണോ EMI ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും നിങ്ങൾ ശ്രമിക്കുക. മാസ അവസാനത്തിൽ സാമ്പത്തിക സമ്മർദ്ദം വരാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചിലവുകളെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിലവുകൾ ഉണ്ടായി എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ആ ആവശ്യമില്ലാത്ത ചിലവുകൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിനായി മാറ്റിവെക്കാം. ആവശ്യമില്ലാത്ത ഷോപ്പിംഗ്, ആവശ്യമില്ലാത്ത OTT പ്ലാറ്റ്ഫോമുകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുകയാണെങ്കിൽ ആ ഒരു തുക നമുക്ക് സേവിംഗ്, മ്യൂച്വൽ ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, എമർജൻസി ഫണ്ട് എന്നിവയിലേക്ക് നിക്ഷേപിക്കാനും സാധിക്കും. ഈ ഒരു വർഷത്തെ ചിലവുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതലായി ചിലവാക്കിയത് എവിടെയാണെന്ന് മനസ്സിലാകും. അടുത്ത വർഷത്തിൽ ആ ഒരു ചിലവ് കുറയ്ക്കാനും അനാവശ്യമായ എല്ലാ ചിലവുകളും കുറയ്ക്കാനും ആ ഒരു തുക ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റാനും നിങ്ങൾ ശ്രമിക്കുക. അടുത്ത ഭാഗമാണ് ടാക്സ് ആൻഡ് റിട്ടയർമെന്റ് പ്ലാൻ നേരത്തെ നടത്തുക. അവസാന നിമിഷം വരെ ഇവയ്ക്കായി ഒന്നും കാത്തിരിക്കരുത്. ആദ്യം തന്നെ ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുക. സെക്ഷൻ 80C, NPS, വിരമിക്കൽ നിക്ഷേപങ്ങൾ എന്നിവയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ തന്നെ ആരംഭിക്കുക. സർക്കാർ പിന്തുണയോടുകൂടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പണം നിക്ഷേപിക്കുന്നത് എങ്ങനെ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ചാനലിൽ നിന്ന് ആ ഒരു വീഡിയോ എടുത്ത് കൃത്യമായി മനസ്സിലാക്കാം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി യോജന എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള സർക്കാർ സ്കീംസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു സ്കീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്താലും നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ എമർജൻസിയോ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നമുക്ക് അറിയില്ല. അതിന് മുന്നോടിയായി നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സെക്ഷൻ 80C ആൻഡ് 80D പ്രകാരം 54,600 രൂപ വരെ നമുക്ക് നികുതി ലാഭം നേടാൻ സാധിക്കും. വെറും 578 രൂപ പ്രതിമാസം നൽകുകയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപയുടെ വരെ ലൈഫ് കവർ നേടാൻ സാധിക്കും.
99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. അതുമാത്രമല്ല 64 ഗുരുതര രോഗങ്ങൾക്ക് കവർ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടി. അതുമാത്രമല്ല ആദ്യ വർഷ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. ഞാൻ മുകളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് ഏതാണെന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചും വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് 2025 അവസാന ദിവസമാണ്. നാളെ 2026 നമ്മളുടെ ന്യൂ ഇയർ ദിനമാണ്. അപ്പോൾ നാളെ ആകാൻ വെയിറ്റ് ചെയ്യേണ്ട. ഇന്ന് തന്നെ 2025 നിങ്ങളുടെ ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് ഞാൻ എല്ലാം പറഞ്ഞു. നിങ്ങളുടെ സേവിങ്സ്, ചിലവ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് 2025 ഉണ്ടായ തെറ്റുകളെല്ലാം നികത്തി 2025 നമുക്ക് പെർഫെക്റ്റ് ആയി നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. Bosswala. Be the boss.